ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ദിവ്യേ, നീ നിന്റെ കുഞ്ഞിനെ വാങ്ങിക്ക്. എന്റെ കുഞ്ഞോ? അതെങ്ങനെ എന്റെ മാത്രം കുഞ്ഞാവും? ഈ കുഞ്ഞിന് ജന്മം കൊടുത്ത അച്ഛന്റെ കൈ തന്നെയാ കുഞ്ഞിരിക്കുന്നത്. വർമ്മ സാറേ, ദീപകിനെ കുറിച്ച് എല്ലാം അറിഞ്ഞുകൊണ്ട് ദീപകിന്റെ കയ്യിലേക്ക് ഹൃതിക മാഡത്തിന്റെ ജീവിതം ചെന്നെത്തുന്നത് അപകടമാണെന്ന് തോന്നിയതുകൊണ്ടാ ഞാനിങ്ങനെ. എനിക്കെല്ലാം മനസ്സിലായി രാജു. വലിയ ഇതാണ് ബെസ്റ്റ് ടൈമിംഗ്. ഇപ്പൊ വർമ്മയങ്ങളോട് സംസാരിച്ച കാര്യം നടക്കും. എന്റെയും വർമ്മ സാറിന്റെ മോളുടെയും വിവാഹകാര്യം. നീ എന്താ ഈ പറയുന്നേ? വല്യച്ഛനും സംസാരിച്ചു നോക്ക്. വർമ്മേ, ഞാൻ എടോ, ഐ എം റിയലി സോറി. എന്താ പറയണ്ടെന്ന് എനിക്കറിയില്ല. താൻ ആഹാരം കഴിച്ചിട്ട് പോവും. എന്താണോ താനീ പറയുന്നേ? തന്റെ വിഷമം എനിക്ക് മനസ്സിലാവും. എന്റെ മനസ്സിൽ തോന്നുന്ന ഒരു കാര്യം ഞാൻ തന്നോട് ഓപ്പണായിട്ട് ചോദിക്കട്ടെ? എന്താടോ? ഈ സാഹചര്യത്തിൽ ചോദിക്കുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് എനിക്കറിയില്ല. നമുക്കിടയിൽ അങ്ങനെ ചോദിക്കുന്നതിനും പറയുന്നതിനും മുഖവുരയുടെ ആവശ്യമില്ലെന്നും എനിക്കറിയാം. താൻ കാര്യം പറയേ. എന്റെ അനിയന്റെ മകൻ റോഹന് തന്റെ മകളെ വിവാഹം ചെയ്തു കൊടുക്കാൻ തനിക്ക് സമ്മതമാണോ? എന്താണ് അവിടെ നോക്കിയിരിക്കുന്നത്? നിന്നോട് ഇവിടുന്ന് പോകാൻ ഞാൻ പറഞ്ഞതല്ലേ? പറഞ്ഞത് കേട്ടില്ലടാ, പോകാൻ. ഇനി നിന്നോട് ഞാൻ പ്രത്യേകിച്ച് പറയണോ? ഓടി നടക്ക്. മകളുടെ ഭാവിയെ കുറിച്ചുള്ള വ്യാകുലതയായിരിക്കും തന്റെ മനസ്സിലെന്ന് എനിക്കറിയാം. വാ, നമുക്ക് അല്പം മാറിയെന്ന് സംസാരിക്കാം. ആ കൈ എന്ന് ഗുഡ്. പെൺകുട്ടികളായ ഇത്രയ്ക്ക് ധൈര്യം വേണം. താൻ ഗുഡ് ലുക്കിംഗ് മാത്രമല്ല, നല്ല ധൈര്യവും തന്റെ ഇടമുള്ള കുട്ടിയാ. ഐ ലൈക്ക് ഇറ്റ്. രാധമേ, ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ടു മോളെ. ആ ദുഷ്ടന്റെ ഭാര്യയാവേണ്ടി വന്നില്ലല്ലോ മോൾക്ക്. മോള് ചെന്ന് ഈ വേഷമൊക്കെ മാറ്റ. രാധമേ ചെല്ല. വർമ്മ സാറിനോട് മന്ത്രി സാഗരാജൻ ആ പയ്യന് വേണ്ടി ഹൃതികാമ്മടുത്ത വിവാഹം ആലോചിച്ചുറപ്പിക്കോടാ. ഉറപ്പിക്കാനാ സാധ്യത. വർമ്മ സാറിന് വളരെ അടുപ്പമുള്ള കുടുംബം അവരുടേതാ. ഇതിനെ പിടിച്ചേ. നിന്നോട് പിടിക്കാനല്ലേ പറഞ്ഞേ? സ്വന്തം കുഞ്ഞല്ലേ? ഞാൻ 10 മാസം വയറ്റിൽ ചുമന്നതാ. ഇനി അങ്ങോട്ട് കുഞ്ഞിന്റെ അച്ഛൻ കുഞ്ഞിനെ എടുത്തുകൊണ്ട് നടന്നു വെച്ച് ഇവിടെ ആകാശം ഒന്നും ഇടിഞ്ഞു വീഴാൻ പോകുന്നില്ല. ഇടിഞ്ഞു വീഴുന്നത് ആകാശാണോ അതോ ഭൂമി രണ്ടായിട്ട് പിളരാൻ പോവാണെന്നൊക്കെ നിനക്ക് ഞാൻ കാണിച്ചു തരാം. അമ്മേ, ഇവളോട് കുഞ്ഞിനെ പിടിക്കാൻ പറയും. ദിവ്യേ, നീ നിന്റെ കുഞ്ഞിനെ വാങ്ങിക്ക്. എന്റെ കുഞ്ഞോ? അതെങ്ങനെ എന്റെ മാത്രം കുഞ്ഞാവും? ഈ കുഞ്ഞിന് ജന്മം കൊടുത്ത അച്ഛന്റെ കൈ തന്നെയാ കുഞ്ഞിരിക്കുന്നത്. കുറച്ചു നേരം അവനെ കയ്യിലെടുത്തപ്പോ ദീപക്കിന് മടുത്തെങ്കിൽ ദീപക് ഓർത്തോ, ജീവിതകാലം മുഴുവൻ ദീപക് ഇവനെ തന്നെ നോക്കി വളർത്തേണ്ടി വരും. എന്താടി നിന്റെ ശബ്ദത്തിനും വാക്കിനൊക്കെ ഒരു മര്യാദ കുറവ്? നീ എന്നു മുതലാടി എന്റെ മകനെ പേരെടുത്തൊക്കെ വിളിക്കാൻ തുടങ്ങിയത്? വേലക്കാരി ഒരവസരം കിട്ടിയപ്പോ കുഞ്ഞിനെ വാങ്ങടി. അതെ, ഞാൻ വേലക്കാരി തന്നെയാ. നിങ്ങൾക്ക് എന്നെ എന്ത് വേണേലും വിളിക്കാം, തല്ലാം, കൊല്ലാം. പക്ഷേ
ഞാൻ പ്രസവിച്ച ഈ കുഞ്ഞ് ഈ വീട്ടില് ഇനി ദീപകിന്റെ കൈ തന്നെ വളരും. ഓ, അപ്പൊ നീയെല്ലാം തീരുമാനിച്ചു തന്നെയാ അല്ലേ? അതെ, ഞാൻ രണ്ടും കൽപ്പിച്ചു തന്നെയാ. എങ്കി നീ ഓർത്തോ, ഇവിടെ തന്നെ തുടരാന്നുള്ള നിന്റെ വ്യാമോഹം ഇല്ലേ, നിന്നെ ജീവനോടെ ഞാൻ പുറത്തു വിടില്ല. അതിനും തയ്യാറായി തന്നെയാ ഞാൻ വന്നിരിക്കുന്നത്. എങ്കിൽ നീ ഒരു വെള്ളത്തുണിയും മൂക്കി വയ്ക്കാൻ കുറച്ച് പൊഞ്ഞിയും കരുതിക്കൂടി. എന്തിനാ ദീപക്കെ വെള്ളത്തുണിയും പഞ്ഞിയൊക്കെ? എന്താ നീ വല്ല ഫാൻസി ഡ്രസ് കോമ്പറ്റീഷന് പോകുന്നുണ്ടോ? എടാ, നീ ഇവളെന്റെ തലയിൽ കെട്ടിവെച്ച് ഹൃതികയും കെട്ടി സുഖിച്ച് സ്വത്തും കൈക്കലാക്കി ജീവിക്കാന്ന് കരുതണ്ട. ഞാനൊന്ന് വീണു, അത്രേ ഉള്ളൂ. പൂർവാധികം ശക്തിയോടെ ഞാൻ ഉയർന്നു വരുവടാ. നിന്റെ കുടുംബത്തിന്റെ അസ്ഥിവാരം വരെ ഞാൻ മാറ്റും. നീ കരുതിയിരുന്നു. എന്താ ദീപക്കേത് ഇങ്ങനെ ബഹളം വെച്ചാ ഉറങ്ങുന്ന കുഞ്ഞുണരില്ലേ? നീ വില്ലത്തരം കാണിക്കുന്ന പോലെ കുഞ്ഞിനെ ഉറക്കുന്നത് അത്ര എളുപ്പമല്ല കേട്ടോ. സംശയം ഉണ്ടെങ്കിൽ നീ അംബിക മാഡത്തിനോട് ചോദിച്ചു നോക്ക്. ഇപ്പോഴേ നിന്നൊന്ന് അടക്കി നിർത്താൻ ഞാൻ എന്തുമാത്രം ബുദ്ധിമുട്ടുന്നെന്ന് അറിയോ? അങ്ങനെയെങ്കിൽ ചെറുപ്പത്തിലെ അംബിക മാഡം എന്തുമാത്രം പാടുപെട്ട് കാണും. എടോ, മതിയുടെ ബഹളം ഉണ്ടാക്കിയത്. നീ ഒന്ന് അടങ്ങ്. അംബിക മാഡം ഇങ്ങനെയൊക്കെ ചെയ്യണമെന്നോ അംബിക മാഡത്തെ ദീപകിനെ നാണം കെടുത്തണമെന്നോ ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല. സാഹചര്യങ്ങള് എന്നെ കൊണ്ട് ചെയ്യിച്ചു പോകുന്നതാ. അംബിക മാഡം ഒരു അമ്മയല്ലേ? സ്വന്തം കുഞ്ഞിന്റെ പിതൃത്വം ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു അമ്മയുടെ വിഷമം അംബിക മാഡത്തിന് മനസ്സിലാവില്ലേ? ദിവ്യയുടെ കുഞ്ഞിന്റെ അച്ഛൻ ദീപക് ആണെന്ന് അംബിക മാഡം മനസ്സിലാക്കിയതാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഒരു പാവപ്പെട്ട പെണ്ണിന്റെ ശാപം മകന്റെ ജീവിതത്തിൽ വേണോ? അംബിക മാഡം തന്നെ പറ. എടാ രാജു, ഞാൻ നട്ടു വളർത്തുന്ന ചെടിയിലെ ഒരിത്തില് വന്നാ ഞാൻ അതങ്ങ് പറിച്ച് ദൂരെ കളയും. എന്റെ മകന് തെറ്റ് പറ്റിയിട്ടുണ്ടാവും. അതിന് പകരമായേ ഞാനിവൾക്ക് പൊന്നോ പണമോ ഭൂമിയോ എന്താന്ന് വെച്ചാ കൊടുത്തേക്കാം. പക്ഷേ ഇവളെ ജീവിതകാലം മുഴുവൻ എന്റെ മോൻ ചുമക്കണോന്ന് പറയുകയാണെങ്കിൽ അത് നടക്കില്ല രാജു. എന്റെ മകൻ ചെയ്തൊരു അബദ്ധം, അവന്റെ ഒരു തമാശ, ഇത് അത്രേ ഉള്ളൂ. പക്ഷേ അത് നിങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് അതൊരു വലിയ സംഭവമാക്കി. എല്ലാം ഒന്ന് ആറട്ടെ. എന്താ വേണ്ടേന്നേ ഈ അംബികയ്ക്കറിയാം. നിങ്ങൾക്കിതൊക്കെ എങ്ങനെ പറയാൻ തോന്നുന്നു? നിങ്ങളൊരു അമ്മയല്ലേ? വർമ്മ സാറിനെ പോലൊരു വലിയ മനുഷ്യന്റെ സഹോദരിയായി നിങ്ങൾ എങ്ങനെ ജനിച്ചെന്നാ എനിക്ക്. എടാ മതി, മതിയാക്കിക്കോ നിന്റെ അധിക പ്രസംഗം. അകലേ നോവിനാലേ